Hello, dear students. Good evening. Welcome to MTP discussion session on financial management for January 2025 examination. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് FM-ൻ്റെ MTP ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം നേരെ സ്ട്രെയിറ്റ് ടു കണ്ടന്റ്. നമ്മൾ കൂടുതൽ കഥകളൊന്നും പറയണില്ല, നമുക്ക് നേരെ MTPയുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേസ് സിനാരിയോ ആണ്. അതിൽ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കേസ് സിനാരിയോ ആയിട്ട് തന്നിരിക്കുന്നത്. എല്ലാ കേസും അങ്ങനെ ആവണമെന്നില്ല. കാരണം കഴിഞ്ഞ 2 ചാൻസിലെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയാം, നമ്മുടെ കേസ് സിനാരിയോയിൽ ചോദിച്ചേക്കുന്നത് പല ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റ് മിക്സ് ചെയ്തിട്ടാണ്. ഇതങ്ങനെ ഒരു സിനാരിയോ ഒന്നുമില്ല. ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്, ഇറിലവൻ്റായ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോക്കാം. സ്മോൾ ബസ് കമ്പനി ഈസ് ഇൻ ടു മാനുഫാക്ചറിങ് മിനി ബസ്സസ്. Since its establishment, it has been a phenomenal growth in both its market share and profitability. Financial statements are shown below. Company enjoys confidence of its shareholders who have been rewarded with growing dividends year after year. Last year too, company had announced a 20% dividend, which was the highest in the automobile sector. അപ്പോൾ നമ്മുടെ കമ്പനി ഒരു ബെസ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. ലാസ്റ്റ് കുറേ ഇയേഴ്സ് ആയിട്ട് നല്ല കൺസിസ്റ്റൻറ്റ് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 20% ആയിരുന്നു, വിച്ച് വാസ് എ ഹയസ്റ്റ് എമംഗ് ഓട്ടോമൊബൈൽ സെക്ടർ. ദെൻ company has never defaulted on its loan payment and enjoys a favorable phase with its lenders, which include financial institutions, commercial banks and other private debenture holders. Competition in the bus industry has increased in the past few years, and company foresees further intensification of competition with the entry of several foreign bus manufacturers, many of whom are market leaders in their respective countries. അപ്പോൾ പറഞ്ഞേക്കുന്നു, നമ്മൾ ഇതുവരെ കൊമേഴ്സ്യൽ ലെൻഡിങ് ഒന്നും ഡിഫോൾട്ട് ചെയ്തിട്ടില്ല, റീപേയ്മെൻ്റ് ഒക്കെ പ്രോപ്പറാണ്, നമ്മുടെ ലെൻഡേഴ്സ് ഹാപ്പിയാണ്. പക്ഷേ ബസ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്നു. ഫോറിൻ മാനുഫാക്ചേഴ്സ് ബസ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നു. അവരെല്ലാം ഓരോ അതാത് റെസ്പെക്റ്റീവ് ഏരിയയിലെ കൺട്രി മാർക്കറ്റ് ലീഡേഴ്സാണ്. ദെൻ മിനി ബസ് സെഗ്മെൻറ്റ് എസ്പെഷ്യലി വിൽ വിറ്റ്നസ് എൻട്രി ഓഫ് ഫോറിൻ മെർജേഴ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ബീങ് ഓഫേർഡ് ടു ദ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. Small bus companies management realizes the need for large-scale investment in upgradation of technology and improvement of manufacturing facility to beat competition. സോ കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എസെൻഷ്യൽ ആണ്. അതാണ് നമ്മൾ റിയലൈസ് ചെയ്തേക്കുന്ന പാർട്ട്. ആക്ച്വലി ക്വസ്റ്റ്യൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, അവർ കമ്പനി നീഡ്സ് ഫണ്ട്. അവർ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നു, അതിന് ഫണ്ട് ആവശ്യമാണ്. While on one hand, the competition in the industry has been intensifying, on the other hand, there has been a slowdown in the Indian economy, which has not only reduced the demand for buses, but also led to adoption of price-cutting strategy by various bus manufacturers. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ ഇൻറ്റൻസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, എക്കണോമിയിൽ ഒരു സ്ലോ ഡൗൺ ഫേസ് ചെയ്യുകയാണ്. ബസ് മാനുഫാക്ചർ ചെയ്യുന്നവരുടെ ഡിമാൻഡൊക്കെ കുറഞ്ഞു വരികയാണ്, ബസ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. പിന്നെ പുതിയ ടെക്നോളജി ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നു. Company needs 3,12,50,000 for the investment in technology and improvement of manufacturing facility. So that's a core. നമുക്ക് ഫണ്ട് എത്ര വേണം? 3,12,50,000 rupees-ൻ്റെ ഫണ്ട് ആവശ്യമാണ്. Company has 3 options for the funds. 1, company may issue 31,25,000 equity shares of 10 each. 2, company may issue 15,62,500 equity shares at 10 per share and 1,56,250 debentures of 100 denomination bearing an 9% rate of interest. 3, company may issue 15,62,500 equity shares at 10 per and 1,56,250 preference shares at 100 per share bearing 10% rate of return. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാ സെനാരിയോ. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് EBIT EPS അനാലിസിസ് ആണ്. ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനിൽ നിന്ന് ഏത് പ്ലാൻ പ്രകാരം ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇൻഫാക്ട് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്തവർക്ക് അറിയാം, നമ്മൾ ഇതേ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഓപ്ഷനായിട്ട് ഫണ്ട്. ഈ ആദ്യത്തെ കഥയൊന്നും ഇല്ല, മിനി ബസ് മാനുഫാക്ചർ ചെയ്യുന്ന കഥയൊന്നും പറഞ്ഞിട്ടില്ല. സ്ട്രേറ്റ് നമുക്ക് ഇത്രയും ഫണ്ട് വേണം, 3 ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി കമ്പനീസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആഫ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 37,50,000 rupees. PBIT തന്നിട്ടുണ്ട് 37,50,000. ഇൻകം ടാക്സ് റേറ്റ് 40%. ബേസ്ഡ് ഓൺ എബോവ് ഫാക്ട്സ്, മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ആസ്ക്ഡ് യു ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. MCQs 1 to 5. അപ്പോൾ ആദ്യത്തെ 5 MCQ ആണ് ഇത് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ EBIT EPS അനാലിസിസ് ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 1, വാട്ട് ഈസ് EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 2 എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബേസിക്കലി അവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. 3 ഓപ്ഷനാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1, ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 3. നേരെ EBITയിൽ സ്റ്റാർട്ട് ചെയ്യാം. EBIT എന്ന് പറയുന്നത് 37,50,000 rupees ആണ്. 3 ഓപ്ഷനകത്തും EBIT സെയിം. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം.
ഇൻട്രസ്റ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ഓപ്ഷൻ 1 ഇക്വിറ്റി ഷെയർസ് മാത്രമാണ്. അപ്പോൾ പിന്നെ അവിടെ എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഓപ്ഷൻ 2 1,56,250 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 100 ഈച്ച് ആണ്. ബെയറിംഗ് 9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 1,56,250 ഷെയർസ് ഓഫ് 100 ഈച്ച്, ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്, അതിന് 9% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 14,06,250 റുപ്പി ഇൻട്രസ്റ്റ്. ഓപ്ഷൻ 3 ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അത് ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയർസും ആണ്. മൈനസ് ചെയ്താൽ EBT കിട്ടും. 37,50,000 മൈനസ് 0, 37,50,000, 23,43,750, 37,50,000. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യാം. ടാക്സ് റേറ്റ് 40% എന്നാണ് തന്നിട്ടുള്ളത്. സോ 40% ടാക്സ്. നേരെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കുക, EAT. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് എന്തുകൂടെ മൈനസ് ചെയ്യുക, പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടെ മൈനസ് ചെയ്യുക. പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ കേസിൽ ഓപ്ഷൻ 1 ഇല്ല, ഓപ്ഷൻ 2 ഇല്ല, ഓപ്ഷൻ 3 ഉണ്ട്. എത്രയാണ്? 1,56,250 പ്രിഫറൻസ് ഷെയർസ്, 10% റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. അപ്പോൾ 156,250 ഇൻറ്റു 100 ഇൻറ്റു 10%. അപ്പോൾ അവിടെ 15 lakhിൻ്റെ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. മൈനസ് ചെയ്താൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. സോ 3 കേസിലെയും ഏണിങ്സ് അവൈലബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി. അതിനെ നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ EPS കിട്ടും. നമ്പർ ഓഫ് ഷെയർസ് ഓപ്ഷൻ 1 31,25,000 ഇക്വിറ്റി ഷെയർസ്, ഓപ്ഷൻ 2 15,62,500 ഇക്വിറ്റി ഷെയർസ്, ആൻഡ് ഓപ്ഷൻ 3 അഗെയിൻ സെയിം 15,62,500 ഇക്വിറ്റി ഷെയർസ്. ഡിവൈഡ് ചെയ്താൽ EPS കിട്ടും. സോ ഇവിടെ എത്ര വീതമാണ് EPS? 0.72, 0.9, 0.44. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 1? ഫിനാൻഷ്യൽ പ്ലാൻ 1ൻ്റെ ആൻസർ 0.72 അതാണ് നമുക്ക് കിട്ടിയത്, 0.72. അടുത്തത്, വാട്ട് ഈസ് EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 2? ഫിനാൻഷ്യൽ പ്ലാൻ 2 0.90 ആണ്. അപ്പോൾ അവിടെ ആൻസർ 0.90. നമ്മൾ ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കൊണ്ട് ക്ലബ് ചെയ്തിട്ട് MDP ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 2ലെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് EPS അണ്ടർ ഫിനാൻഷ്യൽ പ്ലാൻ 3? അത് 0.44 ആണ്, 0.44. ദെൻ what is the EBIT EPS indifferent point by formula between financial plan 1 and 2? 1ഉം 2ഉം തമ്മിലുള്ള EBIT EPS indifferent point എങ്ങനെയാണ്? EBIT EPS indifferent point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് ലെവൽ ഓഫ് EBITയിലാണ് EPS സെയിം ആകുന്നത് അതിനെയാണ് ഇൻഡിഫറൻറ്റ് ലെവൽ ഓഫ് EBIT എന്ന് പറയുക. അപ്പോൾ EPS സെയിം ആകാനുള്ള EBIT X ആയിട്ട് കൊടുക്കും, ബാക്കിയെല്ലാം മൈനസ് ചെയ്ത് EPS കണ്ടുപിടിക്കും. ആ EPSനെ ഇക്വേറ്റ് ചെയ്യും. ആ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Xൻ്റെ വാല്യൂ വർക്കൗട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ EBITയിൽ നിന്ന് നേരെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓപ്ഷൻ 1 0 ആണ്, ഓപ്ഷൻ 2 അപ്പോൾ EBT കിട്ടും. ഇവിടെ ഇവിടെ X മൈനസ് 14,06,250. നേരെ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് അറ്റ് 60% എടുക്കുക. 40% ടാക്സ് ആണ്. അപ്പോൾ 60% എടുത്തു കഴിഞ്ഞാൽ 0.60X. ഇവിടെ 0.60 ഓഫ് X മൈനസ് 14,06,250 ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആയി. അതിനെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യാം. പ്രിഫറൻസ് ഷെയർസ് ഇല്ല, ഓപ്ഷൻ 1ലും 2ലും പ്രിഫറൻസ് ഷെയർസ് ഇല്ല. നമ്പർ ഓഫ് ഷെയർസ് 31,25,000ഉം 15,62,500ഉം ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EPS കിട്ടും. അപ്പോൾ എന്താണ് EPS? 0.60X ഡിവൈഡഡ് ബൈ 31,25,000 ഈക്വൽ രണ്ടാമത്തെ ഓപ്ഷൻ 2ൻ്റെ EPS വിട്ട് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇൻഡിഫറൻറ്റ് പോയിന്റ് ആയതുകൊണ്ട് EPS സെയിം ആയിരിക്കും. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 EPS സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 0.60 സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാം. കറക്റ്റ് അല്ലേ? അതുപോലെ 31,25,000ഉം 15,62,500ഉം സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. അത് 2ഉം 1ഉം കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ X ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 0.60 പോയിട്ട് X മൈനസ് 14,06,250 ഡിവൈഡഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1x ഈക്വൽ 2 ഇൻറ്റു X മൈനസ് 14 lakh. അപ്പോൾ 2x മൈനസ് 2 ഇൻറ്റു 14 lakh 6,250. 14,06,250 ഇൻറ്റു 2 28,12,500. 2x മൈനസ് 28,12,500 റുപ്പി. അപ്പോൾ 2x മൈനസ് x ഈക്വൽ x ഈസ് ഈക്വൽ ടു 28,12,500.
അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. ഓപ്ഷൻ നമ്പർ എ ഉണ്ട്, 28,12,500. അതാണ് നമ്മുടെ ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ആയിട്ടുള്ള ഇൻഡിഫറൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 28,12,500 rupees ആയിരിക്കും. ഇതുപോലെ ഓപ്ഷൻ 1ഉം 3ഉം തമ്മിലോ മറ്റോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോട്ട് ഈസ് EBIT EPS ഇൻഡിഫറൻറ്റ് പോയിന്റ് ബൈ ഫോർമുല ബിറ്റ്വീൻ ഫിനാൻഷ്യൽ പ്ലാൻ 1 and 3. 1ഉം 3ഉം തമ്മിലുള്ള ഇൻഡിഫറൻറ്റ് പോയിന്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1ന്റെ EPS നമ്മളിപ്പോൾ എടുത്ത ഇത് തന്നെ, ഏത് തന്നെ 0.60x by 31,25,000. ഓപ്ഷൻ 3യുടെ EPSോ, ഓപ്ഷൻ 3യുടെ EPS എടുക്കുകയാണെങ്കിൽ ഇവിടെ EBIT x എന്ന് കൊടുത്തു, ഇൻട്രസ്റ്റ് എമൗണ്ട് 0 ആണ്, EBT x തന്നെ, EAT 0.60x. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടെ മൈനസ് ചെയ്യേണ്ടി വരും. പ്രിഫറൻസ് ഡിവിഡൻഡ് 6,87,500 rupees, സോറി 15,62,500 rupees പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ അതുകൂടെ മൈനസ് ചെയ്യാം, 15,62,500. അപ്പോൾ ഇതുകൂടെ മൈനസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഷെയർ സെയിം ആണ്, 62,500 നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3യുടെ EPS എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0.60x മൈനസ് 15,62,500 ആയിരിക്കും. ഓപ്ഷൻ 1ന്റെ EPS 0.60x by 31,25,000. This is equal to 0.60x minus 15,62,500 divided by number of share നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് സെയിം 15,62,500. അപ്പോൾ ഇവിടെ എങ്ങനെ ക്ലാസ് ക്യാൻസൽ ചെയ്യാം? 0.60 രണ്ടിടത്തും കട്ട് ചെയ്യാം. 31,25,000ഉം 15,62,500 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2,500 വെച്ചോ, ഇല്ലെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്യാൻ പാടായിരിക്കും. 2,500 വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ തൗസൻഡ്സ് മൊത്തം കട്ട് ചെയ്തിട്ട് 15,625ഉം 31,250. ഐ തിങ്ക് 12,500 വെച്ച് ഡിവൈഡ് ചെയ്യാം, 250, 125. അപ്പോൾ ഇതിനെ 12,500 വെച്ച് നമ്മൾ കട്ട് ചെയ്തു, അല്ലെങ്കിൽ 25,000 വെച്ച് കട്ട് ചെയ്യാം. 125 ഡിവൈഡഡ് ബൈ 25,000 62.5 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഡിവൈഡഡ് ബൈ 125 ഈക്വൽ 0.60x മൈനസ് 15,62,500 ഡിവൈഡഡ് ബൈ 62.50. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 62.50x ഈക്വൽ 125 ഇൻറ്റു 0.6 75. അപ്പോൾ 75x മൈനസ് 15,62,500 ഇൻറ്റു 125. അപ്പോൾ 75x മൈനസ് 19,53,12,500. 75x minus 62.5x. 75 minus 62.5x, which is 12.50x, equal 19,53,12,500. X is equal to 1,56,25,000 എന്ന് വരും. ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. യെസ്, 0.60 സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 0.60x മൈനസ് 15,62,500 ആണ്. ഇത് 0.60x ആണ്. 0.60 ഇവിടെ കോമൺ അല്ല. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്, എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്.
അപ്പോൾ ഇവിടെ എക്സ് ബൈ 125 അല്ല 0.60x ആണ്. 0.60x by 125 ഈക്വൽ 0.60x മൈനസ് 15,62,500 ബൈ 62.5 ആണ്. അപ്പോൾ ഇവിടെ 62.5 ഇൻറ്റു 0.60 ഇൻറ്റു 0.60. അപ്പോൾ അവിടെ 37.50x എന്നാണ് വരിക. അപ്പോൾ 37.50x ഈക്വൽ 75x മൈനസ് ബാക്കിയെല്ലാം സെയിം തന്നെ മൈനസ് 19,53 lakh. അപ്പോൾ ഇവിടെ 75 മൈനസ് 37.5 75 മൈനസ് 37.50 വിച്ച് ഈസ് 37.50x. അപ്പോൾ 37.50x ഈക്വൽ ദിസ് തിങ്. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 37.5 52,08,333 എന്ന് വരും. അത് ഓപ്ഷൻ നമ്പർ ഡി ആണ്, 52,08,333. അപ്പോൾ ഇതാണ് 52,08,333. അപ്പോൾ ഇവിടെ സംഭവിച്ച മിസ്റ്റേക്ക് ഈ 0.60യിലും 0.60 കൂടെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. 0.60 കോമൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ വിചാരിച്ചത്. ആക്ച്വലി സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. 0.60 അതുപോലെ തന്നെ അവിടെ കിടക്കും. ഇവിടുത്തെ 0.60 താഴോട്ട് എടുത്ത് കളഞ്ഞു. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. കറക്റ്റ് ആൻസർ ഇതാണ്, 52,08,333. അപ്പോൾ 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. പക്ഷേ എക്സാമിന് അത്ര ഈസി ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ 1-2 ചാൻസസിലെ കേസ് സെനാരിയോ നോക്കിയാൽ അറിയാം, 1-2 ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു റേഞ്ച് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. അടുത്ത, കമ്പനി ഹാസ് എ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഈസ് 2 ആൻഡ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ് ഈസ് 3. ഇഫ് സെയിൽസ് ഓഫ് കമ്പനി ഇൻക്രീസസ് ബൈ 5% ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ക്വാർട്ടർ, EPS വിൽ ഇൻക്രീസ് ബൈ what %? അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് 2 ആണ്, ഫിനാൻഷ്യൽ ലെവറേജ് 3 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? ചോദ്യം ഇഫ് സെയിൽസ് ഇൻക്രീസസ് ബൈ 5%, EPS വിൽ ഇൻക്രീസ് ബൈ. അപ്പോൾ സെയിലും EPSും തമ്മിലുള്ള റിലേഷൻ ആണ്. ഏത് ലെവറേജാണ്? കമ്പൈൻ ലെവറേജ് ആണ്. എന്താ കമ്പൈൻ ലെവറേജ്? കമ്പൈൻ ലെവറേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. എത്രയാണ് ഇവിടുത്തെ കമ്പൈൻ ലെവറേജ്? ഇവിടുത്തെ കമ്പൈൻ ലെവറേജ് ഓപ്പറേറ്റിംഗ് 2 ആണ്, ഫിനാൻഷ്യൽ 3 ആണ്. അപ്പോൾ 2 × 3 6 ആണ്. അപ്പോൾ 6 ആണ് നമ്മളുടെ കമ്പൈൻ ലെവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ EPS അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? സോറി, ചേഞ്ച് ഇൻ സെയിൽ അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 5% ആണ്. അപ്പോൾ സെയിൽസ് 5% മാറിയാൽ EPSൽ എന്ത് മാറ്റം ഉണ്ടാകും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എത്ര എന്നാണ് ചോദ്യം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എത്ര ആയിരിക്കും? 5 × 6 30% ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ അറിയാം 30% ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7, ഫോളോയിങ് ആർ ദ ഡേറ്റ ഓൺ ക്യാപിറ്റൽ പ്രോജക്ട് ബീങ് ഇവാലുവേറ്റഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് അമാൻ ലിമിറ്റഡ്. ആനുവൽ കോസ്റ്റ് സേവിംഗ് 1,80,000 rupee, യൂസ്ഫുൾ ലൈഫ് 5 years, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, സാൽവേജ് വാല്യൂ 0, PVAF 15,4 years 3.79. ചോദ്യം ബേസ്ഡ് അപ്പോൺ ദ ഇൻഫർമേഷൻ പേ ബാക്ക് പീരീഡ് ഓഫ് ദ പ്രോജക്ട് ഈസ്. പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. എന്താ പേ ബാക്ക് പീരീഡ്? പേ ബാക്ക് പീരീഡ് നമ്മുടെ ഔട്ട്ഫ്ലോ എത്ര വർഷം കൊണ്ട് റിക്കവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്ഫ്ലോ ബൈ ഇൻഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. ഔട്ട്ഫ്ലോ വേണം. ഔട്ട്ഫ്ലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഔട്ട്ഫ്ലോ കാണാനായിട്ട് നമുക്ക് IRR തന്നിട്ടുണ്ട്, 10% ആണ്. IRR 10% ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങളുടെ ഇൻഫ്ലോയെ 10% ഡിസ്കൗണ്ട് ചെയ്താൽ എത്ര കിട്ടുമോ അത് ഔട്ട്ഫ്ലോയ്ക്ക് ഈക്വൽ ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ IRR തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം IRR 10% ആണെങ്കിൽ നിങ്ങളുടെ ഇൻഫ്ലോയെ 10% ഡിസ്കൗണ്ട് ചെയ്താൽ കിട്ടുന്നത് എത്ര ആണോ അതായിരിക്കും നിങ്ങളുടെ ഔട്ട്ഫ്ലോ. കാരണം IRRൽ എന്ത് സംഭവിക്കും? NBV 0 ആകും. ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയ്ക്ക് ഈക്വൽ ആവും. അപ്പോൾ ഇൻഫ്ലോ 1,80,000 ആണെങ്കിൽ 1,80,000ക്ക് 10% 5 ഇയറിൻ്റെ പ്രസന്റ് വാല്യൂ വെച്ച് പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരിക. പക്ഷേ ക്വസ്റ്റ്യനിൽ ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 15,4 years എന്നാണ്. എറർ ആയിരിക്കും, ടൈപ്പിംഗ് എറർ സംഭവിച്ചതാണ്. ആക്ച്വലി അത് 10%ൻ്റെ 5 yearsലേക്കുള്ളതാണ് തരേണ്ടത്. മാത്രമല്ല ഈ 3.79 എന്ന് പറയുന്നത് 10 ഇയറിൻ്റെ 10%ൻ്റെ 5 year ആനുവിറ്റി ഫാക്ടർ ആണ്. അത് ക്വസ്റ്റ്യനകത്തുള്ള മിസ്റ്റേക്ക് ആണ്. 15%ൻ്റെ അല്ല, 10%ൻ്റെ 5 വർഷത്തെ ആനുവിറ്റി ഫാക്ടർ ആണ് 3.79. അങ്ങനെയാണെങ്കിൽ PV ഓഫ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? PV ഓഫ് ഇൻഫ്ലോ 10% എന്ന് പറയുന്നത് 1,80,000 ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ആയിരിക്കും. ആനുവിറ്റി ഫാക്ടർ 3.79 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 ഇൻറ്റു 3.79, 6,82,200 rupees കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്ഫ്ലോ എത്രയാണ്? 6,82,200 rupees ആയിരിക്കും നമ്മുടെ ഔട്ട്ഫ്ലോ. 6,82,200 rupees. ഇൻഫ്ലോ നമുക്കറിയാം 1,80,000 rupees ആണ്. അപ്പോൾ പേ ബാക്ക് എത്ര ആയിരിക്കും? 6,82,000 കവർ ചെയ്യാനായിട്ട് എത്ര മാസം എടുക്കും? ഡിവൈഡഡ് ബൈ 1,80,000 എത്ര വർഷം എടുക്കും? 4 years അല്ലെങ്കിൽ 3.79 years. ക്വസ്റ്റിനകത്ത് നോക്കിയാൽ അറിയാം ഓപ്ഷൻ സി ആണ് 3.79. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി 3.79 years. അടുത്തൊരു 1 mark ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ മോഡിഗ്ലനി ആൻഡ് മില്ലേഴ്സ് ഡിവിഡൻഡ് ഇർറിലവൻസ് തിയറി എ കമ്പനി ഹാസ് rupees 1 lakh ടു ഡിസ്ട്രിബ്യൂട്ട്.
അപ്പോൾ ഡിവിഡൻഡ് ഇർലവൻസ് തിയറിയിലെ അപ്രോച്ച് എന്താ പറയുക? അപ്രോച്ച് ഡിവിഡൻഡ് ഇർലവൻസ് തിയറിയിൽ ഡിവിഡൻഡ് ഇർലവൻ്റ് ആണ്. അവർ തന്നെ പറയുന്നുണ്ട് ഡിവിഡൻഡ് ഇർലവൻസി തിയറി ഡിവിഡൻഡ് ഇർലവൻ്റ് ആണ്. നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഇഫ് ഇറ്റ് ചൂസസ് ടു റീറ്റെയിൻ ദ ഏർണിംഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ് വാട്ട് ഹാപ്പൻസ് ടു ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്? അപ്പോൾ കമ്പനി ഡിവിഡൻഡ് കൊടുക്കാതെ അത് റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നാണ് ചോദ്യം. എന്ത് എഫക്ട് ചെയ്യും? അഫക്ട് ചെയ്യത്തില്ല. ബേസിക്കലി ഡിവിഡൻഡ് ഇർലവൻ്റ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഉണ്ട്, റിമെയിൻസ് അൺചേഞ്ച്ഡ് ബിക്കോസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഏർണിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അതാണ് ഓപ്ഷൻ നമ്പർ സി. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ബിക്കോസ് നമ്മുടെ അപ്രോച്ച് വിത്തൗട്ട് അപ്രോച്ച് ഡിവിഡൻഡ് ഇർലവൻസി തിയറിയിലെ അപ്രോച്ച് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഡിവിഡൻഡ് ഡിസിഷൻ ഇർലവൻ്റ് ആണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു റിലവൻസും ഇല്ല. നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ ഒരേ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഡിവിഡൻഡ് ഇർലവൻസി തിയറി പറയുന്നത്. അതുകൊണ്ട് ഡിവിഡൻഡ് ഇർലവൻ്റ് ആണ് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. MCQ പാർട്ട് കഴിഞ്ഞു. ഇനി ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9A. ABC Industries is a mid-sized company manufacturing consumer goods. Last quarter, the company reported sales of rupees 2 lakh. The production process involves a significant variable cost which account for 50% of sales value. Then additionally, company incurs 40,000 as fixed operating costs for rent, utilities and management expenses. ABC Industry has also borrowed fund leading to 10,000 rupees as annual interest on long-term debt. അപ്പോൾ നമ്മളുടെ സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ട്. കമ്പനി ഈസ് കറൻ്റ്ലി പ്ലാനിംഗ് ടു ലോഞ്ച് എ ന്യൂ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എയിംഡ് അറ്റ് ബൂസ്റ്റിംഗ് സെയിൽസ് ബൈ 10%. ആസ് എ ഫിനാൻഷ്യൽ അനലിസ്റ്റ് അറ്റ് ABC Industry, you are required to calculate the combined leverage and illustrate the impact of 10% sales increase using combined leverage. അപ്പോൾ കമ്പൈൻഡ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് 10% കൂടിയാൽ കമ്പൈൻഡ് ലെവറേജിൻ്റെ ഇമ്പാക്റ്റ് ഷോ ചെയ്യാനുമാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ബിക്കോസ് സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh rupee, 50% വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ 1 lakh rupee വേരിയബിൾ കോസ്റ്റ്, 1 lakh rupee കോൺട്രിബ്യൂഷൻ. ഇനി 40,000 rupee ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ 1 lakhൽ നിന്ന് 40 ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം, EBIT കിട്ടും 60,000. അതിൽ നിന്ന് 10,000 rupees ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം, EBT കിട്ടും 50,000. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. കമ്പൈൻഡ് ലെവറേജ് കാണണം. എന്താ കമ്പൈൻഡ് ലെവറേജ്? കോൺട്രിബ്യൂഷൻ ബൈ EBT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ 1 lakh ഡിവൈഡഡ് ബൈ EBT എന്ന് പറയുന്നത് 50,000. അപ്പോൾ 1 lakh by 50,000 2 എന്ന് കിട്ടും. അപ്പോൾ കമ്പൈൻഡ് ലെവറേജ് 2 ആണ്. ഇനി കമ്പൈൻഡ് ലെവറേജ് 2 എന്ന് പറഞ്ഞ മീനിങ് എന്താ? സെയിൽ 1% കൂടിയാൽ EPS 2% കൂടും. ചോദ്യം എന്താണ്? സെയിൽ 10% കൂടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10% സെയിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ EPS 10 × 2 20% കൂടും. EPS മാത്രമല്ല, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 20% കൂടും, ഏണിങ്സ് ബിഫോർ ടാക്സ് 20% കൂടും. അപ്പോൾ ഇനി അത് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെ? സെയിൽ 10% ഇൻക്രീസ് ചെയ്ത് നോക്കുക. അപ്പോൾ സെയിൽസ് 10% ഇൻക്രീസ് ചെയ്താൽ 2 lakh എന്നുള്ളത് 2 lakh 20 ആവും. അതിൻ്റെ 50% വേരിയബിൾ കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കിട്ടും, ഫിക്സഡ് കോസ്റ്റിന് മാറ്റമില്ല, ഇൻട്രസ്റ്റിന് മാറ്റമില്ല. അപ്പോൾ നിങ്ങളുടെ PBT 60,000 rupees ആയിട്ട് മാറി. അവിടെ നമ്പറോ ഷെയറോ ബാക്കി ഡേറ്റയോ തന്നിട്ടില്ല. അപ്പോൾ EPS കണ്ടുപിടിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നത് എന്താണ്? EBTയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് വെരിഫൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ EBTയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? സെയിൽ 10% കൂടിയാൽ നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 20% EBT കൂടണം. കറക്റ്റ് അല്ലേ? കാരണം നേരത്തെ 50,000 ആയിരുന്നു. 50,000 20% എന്ന് പറയുന്നത് 10,000 rupees ആണ്. അപ്പോൾ ആ 10,000 rupees കൂടിയപ്പോഴാണ് നമ്മളുടെ EBT എത്ര ആയത്? 60,000 rupees ആയിട്ട് മാറിയത്. ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, P Limited has the following capital structure at book value as on 31st March 2024. നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി 10 lakh, പ്രിഫറൻസ് ഷെയർ 15 lakh, 10% ഡിബഞ്ചർ 15 lakh, എല്ലാം കൂടെ 40 lakh. Equity shares of P Limited are currently traded at 100 per share. ഇനി മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 100. കമ്പനി എക്സ്പെക്ട്സ് ടു പേ എ ഡിവിഡൻഡ് ഓഫ് 5 per share, 5 per equity share next year with a dividend projected to grow perpetually at a rate of 5% per annum. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് D1 തന്നിട്ടുണ്ട് 5 rupee, ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് 5%, കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓഫ് 35%. ചോദ്യം, കാൽക്കുലേറ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ കറണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ വെച്ച് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. അപ്പോൾ എങ്ങനെ എടുക്കാം? ആദ്യം KE എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? D1 by P0 plus G. സോ KE എന്ന് പറയുമ്പോൾ D1 ആണ് തന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ് 5 rupee ഡിവൈഡഡ് ബൈ P0. കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 100 rupee പ്ലസ് ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് 5%. അപ്പോൾ 5/100 + 5 ബേസിക്കലി 10% KE കിട്ടും. ഇനി KD I × 1 - T ആണ്. I 10% ആണ്. അപ്പോൾ 10 × 1 - ടാക്സ് റേറ്റ് 35%, 1 - ടാക്സ് 65%. അപ്പോൾ 6.5% എന്ന് KD കിട്ടും. ലാസ്റ്റ് KP ആണ്. KP PD/NB ആണ്. PD 12% ആണ്. അപ്പോൾ NB മാർക്കറ്റ് പ്രൈസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ 12 തന്നെയാണ് KP ആയിട്ട് വരിക.
വെയിറ്റ് നമുക്കറിയാം 10, 15, 15 ആണ്. അത് ഉപയോഗിച്ച് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. എഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. വെയിറ്റ് ക്യാപിറ്റൽ 10 lakh, 15 lakh, 15 lakh, അത് ഉപയോഗിച്ച് വെയിറ്റ് എടുക്കുക. 25%, 37.5%, 37.5%. കോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ KE 10%, KP 12% ആൻഡ് KD 6.5%. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടെ നോക്കുക. സെക്കൻഡ് പാർട്ട് ചോദിച്ചേക്കുന്നത് റീകാൽക്കുലേറ്റ് ദ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇഫ് കമ്പനി റേസസ് ആൻ അഡീഷണൽ 5 lakh ഓഫ് ഡെറ്റ് ബൈ ഇഷ്യൂയിങ് 12% ഡിബഞ്ചർ. നമ്മളിപ്പോൾ ഉള്ള ക്യാപിറ്റലിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു 5 lakh rupees കൂടെ 12% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റീകാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിവൈസ്ഡ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റ് അല്ല, റിവൈസ്ഡ് ആണ്. കാരണം റീകാൽക്കുലേറ്റ് ദ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? അഡീഷണൽ 12% ഡെറ്റ് വരുന്നു. കോസ്റ്റ് എത്ര വരും? KD I into 1 minus T, 12 into 1 minus tax, 12 into 65%. സോ KD എന്ന് പറയുന്നത് 12 into 65%, which is 7.8%. അപ്പോൾ KD 7.8% ആവും. ഇനി ഈ ഡെറ്റ് ഇഷ്യൂ ചെയ്ത് എന്തൊക്കെ മാറ്റം ഉണ്ടാവും? ഇൻക്രീസ് ഇൻ എക്സ്പെക്റ്റഡ് ഇക്വിറ്റി ഡിവിഡൻഡ് ടു 7 per share. അപ്പോൾ 5 എന്നുള്ളത് 7 ആയിട്ട് മാറി. വൈൽ ഗ്രോത്ത് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് 5%. അപ്പോൾ 5% തന്നെ. ഡിക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു 90 per share. അപ്പോൾ KE മൊത്തത്തിൽ മാറി. D1 എന്ന് പറയുന്നത് 7 rupee ഡിവൈഡഡ് ബൈ P0, കറണ്ട് മാർക്കറ്റ് പ്രൈസ് 90 പ്ലസ് ഗ്രോത്ത് റേറ്റ് മാറ്റമില്ല 5% തന്നെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 7/90 പ്ലസ് 5%. സോ 7/90 പ്ലസ് 5, നമ്മുടെ KE എന്ന് പറയുന്നത് 12.78% ആയിട്ട് മാറും. അപ്പോൾ റിവൈസ്ഡ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ എടുക്കാം? നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ 10 lakh ആണ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്, 12.78% ആയിട്ട് മാറി. ഇനി KPയിൽ മാറ്റമൊന്നുമില്ല, 15 lakh 12% തന്നെ. ഡെറ്റ് 1ന് മാറ്റമില്ല, 15 lakh 6.5% തന്നെ. ഡെറ്റ് 2 വരുന്നുണ്ട്, 12% ഡിബഞ്ചർ ആണ്, 5 lakh rupeesന് വന്നു. അതിൻ്റെ കോസ്റ്റ് 7.8% ആണ്. അതാണ് നമ്മൾ KD കാൽക്കുലേറ്റ് ചെയ്തത്, 7.8%. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് എടുക്കുക, വെയിറ്റ് കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവൈസ്ഡ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും 9.86% എന്ന് റിവൈസ്ഡ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ ആണോ? കമ്പാരിറ്റീവ്ലി രണ്ട് ക്വസ്റ്റിനും സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇടയ്ക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്. എല്ലാ ക്വസ്റ്റിനിലും ട്വിസ്റ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, എല്ലാ ക്വസ്റ്റിനും ടഫ് ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യോം ലിമിറ്റഡ്, an IT conglomerate, is planning to take over Aryavish Limited, a startup company incorporated 2 years ago but holding a lot of prospects. So വ്യോം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു IT കമ്പനിയാണ്. They are planning to take over an IT startup. Okay, it incorporated 2 years ago but holding lot of prospects. ഒരുപാട് സാധ്യതകളുള്ള ഒരു ആര്യാഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും. To determine the buyout consideration, Fyom Limited has approached you as a finance controller to estimate the fair value of startup company today based on future earnings estimates. അപ്പോൾ നമ്മുടെ കമ്പനി, ഈ വ്യോം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ വാല്യുവേഷൻ അറിവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ്സ് എസ്റ്റിമേറ്റ്സ്. ഫ്യൂച്ചർ ഏർണിംഗ്സ് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യുവേഷൻ എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്? ഇത് പറയാൻ പറ്റുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. പക്ഷേ അവിടെ എവിടെയും നമ്മൾ വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലൊന്നും ഇത് പഠിച്ചിട്ടില്ല. തിയറി പറഞ്ഞു പോയിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ ആർഗ്യൂ ചെയ്തിട്ട് ചോദിക്കാം. ബട്ട് ഇത്രയും നാൾ സ്റ്റഡി മെറ്റീരിയൽ ഒരു സിംഗിൾ ഇലിസ്ട്രേഷൻ പോലും വാല്യുവേഷനെ സംബന്ധിച്ച് കൊടുത്തിട്ടില്ല. ഇത് പ്യൂർലി CA ഫൈനൽ ടോപ്പിക്കാണ്. CA ഫൈനലിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ എടുത്ത് വാല്യുവേഷൻ അറിവ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇത് CA ഇന്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് എന്തിന് ചോദിച്ചു എന്ന് ഐ ഹാവ് നോ ഐഡിയ, ഐ ഹാവ് നോ ക്ലൂ. MDPയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് കൊണ്ട് എക്സാമിന് ഇടണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് അൺഫെയർ, എനിക്കതേ പറയാനുള്ളൂ. കാരണം ഒരു വാല്യുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ CA ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് എടുത്തിട്ടുണ്ട്, യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, എവിടെയും പഠിച്ചിട്ടുമില്ല. ഇത് പ്യുവർലി ഒരു വാല്യുവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഡിസിഷനകത്ത് മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതിനകത്ത് പറയാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഇതിൻ്റെ ഒരു തിയറി പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ എഗെയിൻ ഒരു ഇലിസ്ട്രേഷൻസ് പോലും കൊടുത്തിട്ടില്ല. സോ അങ്ങനെ ഒരു സെനാരിയോയിൽ ഇങ്ങനൊരു വാല്യുവേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് ക്വൈറ്റ് അൺഫെയർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഞാൻ ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാർട്ടപ്പ് കമ്പനി ആർ ആസ് ബിലോ.
എക്സ്പെക്ടഡ് സെയിൽസ് ഇൻ ദ കമ്മിങ് ഇയർ 25 lakh വിത്ത് പി വി റേഷ്യോ 40%. അപ്പോൾ അടുത്ത വർഷത്തെ സെയിൽസ് 25 lakh rupees ആണ്, പി വി റേഷ്യോ 40% ആണ്. Sales are expected to grow at the rate of 20% for the next 2 years, 40% for another 2 years, 25% in 6th year, and thereafter cash flow will grow at a steady rate of 10%. അപ്പോൾ നമ്മളോട് ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഡേറ്റ തന്നിട്ടുണ്ട്. സെയിൽസ് അറിയാം, 40% കോൺട്രിബ്യൂഷൻ ആണെന്നറിയാം, പി വി റേഷ്യോ ആണെന്നറിയാം. ഇനി അടുത്ത 6 വർഷത്തേക്കുള്ള സെയിൽസിൻ്റെയും ഇതിൻ്റെയും പ്രൊജക്ഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ആണ്. അപ്പോൾ അടുത്ത 6 വർഷത്തേക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. 6 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റഡി റേറ്റിൽ 10% ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ ചാപ്റ്ററിനകത്ത് മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മൾട്ടി സ്റ്റേജിനകത്ത് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ഈ റേറ്റിലും അത് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഒരു കോൺസ്റ്റന്റ് റേറ്റിലും ഗ്രോ ചെയ്താൽ അതിന്റെ പ്രസന്റ് വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എന്താ? D1 ഡിവൈഡഡ് ബൈ KE - G. അതേ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ KE - G അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6th ഇയർ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ അറിയാൻ ചെയ്യാൻ പറ്റും. ഇനി 1ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം വരെയുള്ള ക്യാഷ് ഫ്ലോയുടെയും 6th ഇയർ ടു ഇൻഫിനിറ്റിയുടെ ക്യാഷ് ഫ്ലോയുടെയും കൂടെ മൊത്തം കമ്പൈൻഡ് പ്രസന്റ് വാല്യൂ ആയിരിക്കും ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മൾ ഇന്റർമീഡിയറ്റ് പഠിച്ചിട്ടുണ്ടോ? സത്യത്തിലില്ല. ഇത് ഫൈനൽ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മളുടെ അടുത്ത 6 വർഷത്തേക്കുള്ള സെയിൽസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടുള്ള ഡേറ്റയാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ സെയിൽസ് ഫസ്റ്റ് ഇയറിൽ 10 lakh. ഇനി പറയുന്നു സെയിൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 20% ഫോർ ദ നെക്സ്റ്റ് 2 years. അപ്പോൾ ഈ 10 lakh എന്നുള്ള സെയിൽസ് 20% ഗ്രോ ചെയ്യും അടുത്ത 2 yearsലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത 2 yearsലേക്കുള്ള സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ 4th ഇയറിൽ നെക്സ്റ്റ് 2 years 40% ഫോർ അനദർ 2 years. പിന്നെ അത് 40% വെച്ച് ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് 4ലും 5ലും 40% ഗ്രോ ചെയ്യും. പിന്നെ 25% ഇൻ ദ 6th ഇയർ. ഇതിനകത്ത് 25% ഗ്രോത്ത് ആണ് 6th ഇയറിൽ വരുന്നത്. ആൻഡ് thereafter cash flow will grow at a steady rate of 10%. 6 വർഷം കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ 10% ഗ്രോ ചെയ്യും. സെയിൽ ഗ്രോ ചെയ്യും എന്നവർ പറഞ്ഞിട്ടില്ല. ക്യാഷ് ഫ്ലോ 10% ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോയിലോട്ട് എത്താം. ഇനി ഇതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40% ഓഫ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിൽസിന്റെ 40% കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത 6 വർഷത്തെ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് അപ്കമിങ് ഇയർ 12 lakh ആൻഡ് 10 lakh thereafter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്കമിങ് ഇയർ 12 lakh ഫോർ ദ ഫസ്റ്റ് 2 years. അപ്പോൾ ആദ്യത്തെ 2 വർഷം 12 lakh റുപ്പി, പിന്നെ 10 lakh rupees ആണ് എല്ലാ വർഷവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് EBIT കിട്ടും. നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ EBT കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കിട്ടുക. അപ്പോൾ നമ്മളുടെ കോൺട്രിബ്യൂഷനകത്തുനിന്ന് കോൺട്രിബ്യൂഷൻ എക്സ്പെക്റ്റഡ് സെയിൽസ് ഇൻ ദ കമ്മിങ് ഇയർ 25 lakh. സോറി, കംപ്ലീറ്റ്ലി മാറി. ഫസ്റ്റ് ഇയറിൽ 25 lakh ആണ്, 10 lakh അല്ല സെയിൽസ്. ഫസ്റ്റ് ഇയറിലെ സെയിൽസ് 25 lakh ആണ്. സെക്കൻഡ് ഇയറിൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് ആണ് 20% വെച്ച് ഗ്രോത്ത്, പിന്നെ അതിൻ്റെ 40% കോൺട്രിബ്യൂഷൻ. സോറി, ഞാൻ ചെയ്തതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സെയിൽസ് 25 ആണ്, 10 അല്ല. അപ്പോൾ ഇവിടെ 10ൽ നിന്ന് 12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് ഫസ്റ്റ് ഇയറിൽ ലോസ് ആണ്, സെക്കൻഡ് ഇയറിൽ 0 ആണ്, പിന്നെ 4.4, 10.16, 18.22 അങ്ങനെ. ഇനി ഇതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യണം. ടാക്സ് നോക്കാം. അതിന് മുമ്പ് പറയുന്നു ലോസ് ഇൻ എനി ഇയർ ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെ ലോസ് ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയറിൽ സെറ്റ് ഓഫ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ലോസ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് സെക്കൻഡും കഴിഞ്ഞ് 3rd ഇയറിലാണ്. അപ്പോൾ ആ 3rd ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആ 25% ആൻഡ് 20% ടു വ്യോം ലിമിറ്റഡ് ആൻഡ് ആര്യവേഷ് ലിമിറ്റഡ് റെസ്പെക്റ്റീവ്ലി. അപ്പം വ്യോമിന്റെ ടാക്സ് റേറ്റ് 25ഉം ആര്യവേഷിന്റെ ടാക്സ് റേറ്റ് 20% ആണ്. അപ്പോൾ അവിടെ ഏത് ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യോമിന്റെ ടാക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഈ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്താൽ ഈ സെയിൽസും പ്രോഫിറ്റും ഒക്കെ ആരുടേതായിട്ട് മാറും? വ്യോമിൻ്റെതായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വ്യോമിന് എത്ര വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആര്യവേഷിന്റെ ടാക്സ് റേറ്റ് അല്ല നമ്മൾ നോക്കണ്ടേ, വ്യോമിന്റെ ടാക്സ് റേറ്റ് ആണ് നോക്കണ്ടേ, ഈവൻ ദോ ആര്യവേഷിന്റെ വാല്യുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ.
അപ്പോൾ ആര്യാഷിന്റെ ടാക്സ് റേറ്റ് 20 ആണെങ്കിൽ കൂടെ നമ്മൾ 25% ടാക്സ് റേറ്റ് ആണ് എടുക്കേണ്ടത്. കാരണം വ്യോം ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വ്യോമിന്റെ ടേൺ ഓവറും വ്യോമിന്റെ പ്രോഫിറ്റും അല്ലേ ഇത്. അപ്പോൾ വ്യോമിന്റെ ടാക്സ് വേണം നമ്മൾ വാല്യൂഷൻ എടുക്കാനായിട്ട് എടുക്കേണ്ടത്. ഫസ്റ്റ് ഇയറിലെ ടാക്സ് 0 കാരണം ലോസ് ആണ്. സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റോ ലോസോ ഇല്ല, അപ്പോഴും ടാക്സ് 0. തേർഡ് ഇയറിൽ ഈ 4.4-ൽ നിന്ന് 2 lakh rupee ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ 25%. ഫോർത്ത് ഇയർ മുതൽ നേരെ ആപ്ലിക്കബിൾ പ്രോഫിറ്റിന്റെ 25% ടാക്സ്. അപ്പൊ ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇവിടെ -2 -0 -2 തന്നെ, ഇവിടെ 0 തന്നെ, ഇവിടെ 3.8, പിന്നെ 7.62, 13.67, 18.96. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. ഡിപ്രീസിയേഷൻ ഒന്നും ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ പാർട്ട് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് നേരെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കാണണം. ഏത് റേറ്റിൽ? വ്യോമിന്റെ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. അപ്പോൾ 15%-ലുള്ള പ്രസന്റ് വാല്യൂ എടുക്കണം. പ്ലസ് ടെർമിനൽ ക്യാഷ് ഫ്ലോ എടുക്കണം. 6ാമത്തെ വർഷം മുതൽ ക്യാഷ് ഫ്ലോ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഗ്രോ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട്? 10% വെച്ച് ഗ്രോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ദെയർ ആഫ്റ്റർ ക്യാഷ് ഫ്ലോസ് വിൽ ഗ്രോ അറ്റ് എ സ്റ്റഡി റേറ്റ് ഓഫ് 10%. അപ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് 10% വെച്ച് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രസന്റ് വാല്യൂ വേറെയും കാണാം. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 15% ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15% ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1.15 റേസ് ടു 1. 15%-ലുള്ള 6 വർഷത്തേക്കുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുക. നേരെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആ പ്രസന്റ് വാല്യൂവിന്റെ സം എടുക്കുക. PV ഓഫ് ക്യാഷ് ഫ്ലോ. അപ്പോൾ ഇതിന്റെ സം എടുക്കാം. അത് അറൗണ്ട് 20 lakh, 20.11 lakh ഉണ്ട്. ഇനി PV ഓഫ് ടെർമിനൽ ക്യാഷ് ഫ്ലോ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ടെർമിനൽ ക്യാഷ് ഫ്ലോ? നമ്മുടെ 6ാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ ആയ 18.96 lakh എന്ന് പറയുന്നത് ഇനി 10% വെച്ച് ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ D1 18.96-ന് 10% ഗ്രോത്ത് ഡിവൈഡഡ് ബൈ KE മൈനസ് D 15% മൈനസ് 10%. എവിടെ നിന്ന് കിട്ടി ഈ D1 ബൈ KE മൈനസ് D? നമ്മൾ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ പഠിക്കുന്നതാണ്. അവിടെ 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെ ഒറ്റ ഗ്രോത്ത് ആണെങ്കിൽ നമ്മൾ അവിടുത്തെ വാല്യൂ എടുക്കുന്ന ഫോമുലയാണ് D1 ബൈ KE മൈനസ് D എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കാണും. ഇത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, കാരണം ഇങ്ങനൊരു സംഭവം നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. ഡിവൈഡഡ് ബൈ 5%. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, ഇത് CA ഫൈനലിന്റെ ടോപ്പിക്കാണ്. എന്തിനാണ് നിങ്ങൾക്ക് എടുത്തിട്ടേക്കുന്നത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന്റെ പ്രസന്റ് വാല്യൂ 6ാമത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 417.12-നെ 6ാമത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ 0.4323 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 180 lakh എന്ന പ്രസന്റ് വാല്യൂ കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ, PV ഓഫ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എത്ര വരും? ഇന്ററിമും ടെർമിനലും കൂടെ ചേരുന്നതാണ്. ഇന്ററിം ഒരു 20.11-ഉം ഇവിടെ ഒരു 180.32 കൂടെ ചേരുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് 200 lakh അടുപ്പിച്ച് നമുക്ക് വാല്യുവേഷൻ വരും. രണ്ടും കൂടെ 200.43 lakh എന്നാണ് നമുക്ക് വാല്യുവേഷൻ കിട്ടുക. അപ്പോൾ അതാണ് 200.28 lakh എന്ന ടോട്ടൽ ഫെയർ വാല്യൂ ഓഫ് ആരിവേഷൻ ലിമിറ്റഡ് കിട്ടുന്നത് 200.28 lakh എന്നാണ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഫെയർ വാല്യൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് CA ഇന്ററിന്റെ സിലബസ് കവേർഡ് ആണോ? പാസീവായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിലബസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ ഇതേ മോഡൽ ഒരു വാല്യൂഷൻ നിങ്ങൾ കാണുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ജസ്റ്റിഫിക്കേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി CA ഫൈനലിൽ നിന്ന് എടുത്ത് ഒരു പ്രോപ്പർ ഇതില്ലാതെ ചോദിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. From the following information pertaining to Mrs. Anya Company Limited prepare its trading profit and loss account for the year ended on 31st March 2024 and a summarized balance sheet as on that date. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോ 2.5 ഉണ്ട്, ക്വിക്ക് റേഷ്യോ 1.3 ഉണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 1,20,000 രൂപ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് റേഷ്യോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും കണ്ടുപിടിക്കാം. കറക്റ്റ് അല്ലേ?
അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് റേഷ്യോ, അതായത് കറണ്ട് അസെറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി, അതാണ് നമ്മളുടെ കറണ്ട് റേഷ്യോ. അത് 2.5 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2.5. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസെറ്റ് ഈക്വൽ 2.5 കറണ്ട് ലൈബിലിറ്റി. ഇനി കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1,20,000 റുപ്പീസ് ആണ്. അപ്പോൾ 2.5 കറണ്ട് ലൈബിലിറ്റി മൈനസ് കറണ്ട് ലൈബിലിറ്റി 1,20,000. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 1,20,000 ഡിവൈഡഡ് ബൈ 1.5 എന്ന് വരും. കറണ്ട് ലൈബിലിറ്റി 80,000 റുപ്പി. അപ്പോൾ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് 2 lakh റുപ്പി. ഓക്കെ ആണോ? അപ്പോൾ കറണ്ട് അസെറ്റ് 2 lakh എന്നും കറണ്ട് ലൈബിലിറ്റി 80,000 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ കറണ്ട് അസെറ്റ് 2 lakh റുപ്പി, കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് 80,000 റുപ്പി. ഇനി നമുക്ക് ക്വിക്ക് റേഷ്യോ വന്നിട്ടുണ്ട്. എന്താ ക്വിക്ക് റേഷ്യോ? കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്ക് ബൈ കറണ്ട് ലൈബിലിറ്റി മൈനസ് ഓവർ ഡ്രാഫ്റ്റ്. അവിടെ നോർമലി കറണ്ട് ലൈബിലിറ്റി മാത്രമേ എടുക്കാറുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി മൈനസ് OD കൂടെ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3. അപ്പോൾ കറണ്ട് അസെറ്റ് 2 lakh ഇപ്പോൾ അറിയാം, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി 80,000 മൈനസ് 15,000 ഈക്വൽ 1.3. അപ്പോൾ അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും 1,15,500. ഇനി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 10% മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 10% മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 10% ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കിട്ടി. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? 1,15,500 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 110 into 100 1,05,000 ആയിരിക്കും. കാരണം 1,05,000 കൂടെ 10% ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1,15,500 റുപ്പീസ് കിട്ടുന്നത്. അടുത്ത നമുക്ക് ഡെറ്റേഴ്സ് വെലോസിറ്റി 40 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെറ്റേഴ്സ് വെലോസിറ്റി 40 days ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡെറ്റേഴ്സിന്റെ കളക്ഷൻ പീരീഡ് 40 days ആണെന്നാണ്. നമുക്ക് സെയിൽസ് അറിയാം 7,30,000 റുപ്പീസ് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡെറ്റേഴ്സിന്റെ വാല്യൂ 7,30,000 into 40/365. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സിന്റെ വാല്യൂ കിട്ടും 80,000 റുപ്പീസ്. അടുത്ത GP റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 10% ആണ്. സെയിൽ 7,30,000 ആണ്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 73,000 ആണ് GP. ഇനി പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ 0.6 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു റേഷ്യോ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് അസെറ്റ് ബൈ പ്രൊപ്രൈറ്ററി ഫണ്ട് 0.6 ആണ്. അപ്പോൾ ഫിക്സഡ് അസെറ്റ് ബൈ പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറയുന്നത് 0.6 ആണ്. എന്താ ഈ പ്രൊപ്രൈറ്ററി ഫണ്ട്? പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ ആണ്. ഒരു ബാലൻസ് ഷീറ്റ് ഇമാജിൻ ചെയ്യാം. അതിൻ്റെ അസറ്റ് സൈഡ് ഫിക്സഡ് അസെറ്റ് ഉണ്ട്, കറണ്ട് അസെറ്റ് ഉണ്ട്. ലൈബിലിറ്റി സൈഡിലോട്ട് വന്നാൽ കറണ്ട് ലൈബിലിറ്റി ഉണ്ട്, പിന്നുള്ളത് ഓണേഴ്സ് ക്യാപിറ്റൽ ആണ്, പ്രൊപ്രൈറ്ററി ഫണ്ടാണ്. വേറെ എന്തെങ്കിലും ലോങ് ടൈം ഡെറ്റ് ഉള്ളതായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നില്ല. അപ്പോൾ പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസെറ്റ് ഉണ്ട്, കറണ്ട് അസെറ്റ് ഉണ്ട്. രണ്ടും കൂടെ ആയ ടോട്ടൽ അസെറ്റ് ആയി. ടോട്ടൽ അസറ്റ്സ് ആയി. ലൈബിലിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാൽ പ്രൊപ്രൈറ്ററി ഫണ്ട് ഉണ്ട്, പിന്നുള്ളത് കറണ്ട് ലൈബിലിറ്റി ആണ്. ഇത് രണ്ടും കൂടെ ചേർത്താൽ ടോട്ടൽ ലൈബിലിറ്റിയുമായി. ഓക്കെ ആണോ? ഇതാണ് ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ്, ടോട്ടൽ അസെറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ പ്രൊപ്രൈറ്ററി ഫണ്ടിന്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫിക്സഡ് അസെറ്റ് പ്ലസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. അതിൽ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റലാണ്, 1,20,000 ആണ്. അപ്പോൾ ഫിക്സഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസെറ്റ് പ്ലസ് 1,20,000 ഈക്വൽ 0.60 എന്ന് കൊടുക്കാം. അതിൽ നിന്ന് ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂ വർക്ക്ഔട്ട് ചെയ്തൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1 ഫിക്സഡ് അസെറ്റ് ഈക്വൽ 0.60 ഫിക്സഡ് അസെറ്റ് പ്ലസ് 1,20,000 into 0.6 which is 72,000. അപ്പോൾ അതിൽ നിന്ന് ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 72,000 ഡിവൈഡഡ് ബൈ 0.40. നമുക്ക് ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,80,000 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് പ്രൊപ്രൈറ്ററി ഫണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രൊപ്രൈറ്ററി ഫണ്ട് നമുക്കറിയാം. അപ്പോൾ പ്രൊപ്രൈറ്ററി ഫണ്ടിൽ നിന്ന് 1,80,000 ഫിക്സഡ് അസെറ്റ് വന്നാൽ പ്രൊപ്രൈറ്ററി ഫണ്ട് എത്രയാണ് കിട്ടുക? ആ പ്രൊപ്രൈറ്ററി ഫണ്ടിന്റെ 10% എടുത്താൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള അക്കൗണ്ട് ഉണ്ടാക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം, സെയിൽസ് അറിയാം, GP അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പർച്ചേസിന്റെ ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം 30,000 ആണ്. കാരണം പ്രൊപ്രൈറ്ററി ഫണ്ടിന്റെ 10% ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റുമായിട്ടുള്ള ഡിഫറൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് എടുക്കാം. ഇനി ബാലൻസ് ഷീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊപ്രൈറ്ററി ഫണ്ട് നമുക്കറിയാം 2,50,000 50,000 റിസർവ്സും സർപ്ലസും ആണ്. പിന്നെ നമ്മുടെ ബാങ്ക് ഓടി അറിയാം 15,000 റുപ്പി. അതർ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന മൊത്തം കറണ്ട് ലൈബിലിറ്റിയിൽ നിന്ന് നമ്മുടെ 15,000 ബാങ്ക് ഓടി പോയിട്ട് ബാക്കിയുള്ളതാണ് അതർ കറണ്ട് ലൈബിലിറ്റി. ഇപ്പോഴത്തെ ഫിക്സഡ് അസെറ്റ് ഉണ്ട്, കറണ്ട് അസെറ്റിനകത്ത് സ്റ്റോക്ക് അറിയാം, ഡെറ്റേഴ്സ് അറിയാം, ബാക്കിയുള്ളത് ബാലൻസിങ് ഫിഗർ അതർ കറണ്ട് അസെറ്റ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഫോം ചെയ്യാൻ പറ്റും.
കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മളെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത അതിൻ്റെ ബി പാർട്ട് കൂടെ നോക്കാം. Paras TMD Limited is a TMD manufacturing company with a face value of rupees 10 per share. Okay, one second. അപ്പോൾ Paras TMD Limited is a TMD manufacturing company with a face value of 10 per share. Following information is just given about the company. Company is expected to grow at 10% per annum for next 4 years, then 5% for an indefinite period. അപ്പോൾ ആദ്യത്തെ 4 വർഷം കമ്പനി 10% വെച്ച് ഗ്രോ ചെയ്യും, പിന്നെ 5% വെച്ച് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഗ്രോ ചെയ്യും. റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓൺ ദ ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 15%. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 15%. ആൻഡ് കമ്പനി പെയ്ഡ് ₹4 as ഡിവിഡൻഡ് പെർ ഷെയർ ഫോർ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇപ്പോൾ അവസാനം പേ ചെയ്തേക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹4 പെർ ഷെയർ ആണ്. ഫൈൻഡ് ഔട്ട് ഇൻട്രിൻസിക് വാല്യൂ പെർ ഷെയർ. അപ്പോൾ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റൻ ആണ്? മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. ഡിവിഡൻഡ് ഡിസിഷനകത്ത് നമ്മൾ പഠിക്കുന്ന മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ 4 വർഷങ്ങളിൽ ഒരു റേറ്റിലും 10% വെച്ചും പിന്നെ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് 5% വെച്ചും ഗ്രോ ചെയ്യുവാണെങ്കിലുള്ള നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേ ചെയ്ത ഡിവിഡൻഡ് എത്ര? ₹4 ആണ്. അപ്പോൾ ഈ ₹4 എന്ന് പറയുന്ന ഡിവിഡൻഡ് അടുത്ത 4 വർഷം 10% വെച്ച് ഗ്രോ ചെയ്യും. അപ്പോൾ എത്ര വീതം വരും? 4ന് 10%, 4.4. ആ 4.4ന് 10%, 4.84, 5.32, 5.85, അങ്ങനെ 4 വർഷത്തേക്കുള്ള ഡിവിഡൻഡ് കിട്ടും. ഇനി 4ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് അവിടുത്തെ ഗ്രോത്ത് റേറ്റ് 5% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വാല്യൂ ഇങ്ങനെ എടുക്കുക, D1 ഡിവൈഡഡ് ബൈ KE - G എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമുല. നമ്മൾ നേരത്തെ വാല്യുവേഷൻ്റെ കോൺസെപ്റ്റിനകത്ത് സെയിം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഈ 5.85നകത്ത് 5% ഗ്രോത്ത് അപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ KE - G 15 - 5% 10% എന്ന് വരും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെ പ്രസന്റ് വാല്യൂയിൽ കൊണ്ടുവരിക. ഓർക്കുക, ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ ആയിരിക്കും, 5th ഇയർ ബിഗിനിങ്ങിലെ വാല്യൂ ആയിരിക്കും. അപ്പോൾ 5th ഇയർ ബിഗിനിങ് എന്നുള്ളത് 4th ഇയർ എൻഡ് ആയിട്ട് എടുക്കാം. എന്നിട്ട് അതിനെയും കൂടെ 4th ഇയറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. അതായിരിക്കും നമ്മളുടെ ഷെയറിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത 4 വർഷം നമ്മുടെ ലാസ്റ്റ് പേ ചെയ്ത ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹4. ആ ₹4 ഡിവിഡൻഡിന് എത്ര പെർസെൻറ്റേജ് വെച്ചാണ് ഗ്രോത്ത് റേറ്റ്? ആദ്യത്തെ 4 വർഷങ്ങളിൽ 10% വെച്ചാണ് ഗ്രോത്ത്. അപ്പോൾ ഇതിന് 10% വെച്ച് ഗ്രോ ചെയ്യിപ്പിക്കുക. എന്നിട്ട് 4ാമത്തെ വർഷത്തിൽ ഫോർമുല അപ്ലൈ ചെയ്ത് വീണ്ടും 4ാമത്തെ വർഷത്തെ മാർക്കറ്റ് പ്രൈസ് കാണാം. എന്താ മാർക്കറ്റ് പ്രൈസ്? ഈ 5.86ന് 5% ഗ്രോത്ത് ആണ്. ഡിവൈഡഡ് ബൈ KE - C. KE 15% മൈനസ് ഗ്രോത്ത് 5%. സോ 5.86 അതിന് 5% ഗ്രോത്ത് ഡിവൈഡഡ് ബൈ 10%. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും 61.53 എന്നാണ് കിട്ടുക. ഇതെല്ലാം എന്നത്തെയാണ്? 4ാമത്തെ വർഷത്തെ മാർക്കറ്റ് പ്രൈസ് ആണോ? പ്രത്യേകം ഓർക്കുക, ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഏത് വർഷമാണോ ആ വർഷത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ വർഷത്തിൽ അപ്ലൈ ചെയ്താൽ 5ാമത്തെ വർഷം ബിഗിനിങ്ങിലെ മാർക്കറ്റ് പ്രൈസ് ആണ് കിട്ടുക. 5ാമത്തെ വർഷം ബിഗിനിങ് എന്നുള്ളതിനെ 4th ഇയർ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 4ാമത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് വേണം ഡിസ്കൗണ്ട് ചെയ്യാൻ. ഇനി ഇതിനെല്ലാം പ്രസന്റ് വാല്യൂ കൊണ്ടുവരാം. ഏത് റേറ്റിൽ പ്രസന്റ് വാല്യൂ കൊണ്ടുവരാം? 15% പ്രസന്റ് വാല്യൂ കൊണ്ടുവരാം. അപ്പോൾ 15%ലുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ 0.870, 756, 658 and 572. അഗെയിൻ 0.572 തന്നെ ഇവിടെയും വരും. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? നേരെ പ്രസന്റ് വാല്യൂയിൽ കൊണ്ടുവന്നിട്ട് പ്രസന്റ് വാല്യൂവിലെ സം എടുക്കുക. അപ്പോൾ ആ ഡിവിഡൻഡിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെയും കൂടെ പ്രസന്റ് വാല്യൂ ആയിരിക്കും ഷെയറിൻ്റെ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹49.54 എന്ന് നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മളുടെ നേരത്തെ വാല്യുവേഷൻ ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേ പ്രിൻസിപ്പിളിൽ തന്നെ ആപ്ലിക്കേഷനാണ്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അതാണ് മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പ്രകാരമുള്ള വാല്യുവേഷൻ. ₹49.54, ഇവിടെ ₹49.51. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Somo Limited currently has a turnover of 120 lakh. 75% of which is on credit. Variable cost ratio is 80% and the credit terms offered are 2/10 at 30. അതായത് 10% ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 2% ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇഫ് യു ആർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് വിത്തിൻ 10 days, മാക്സിമം ക്രെഡിറ്റ് പീരീഡ് 30 days.
On the current sales volume, bad debts are 1% and company spends rupees 1,20,000 annually on administering its credit sales. Including staff salary for credit checking and collection, these costs are avoidable. ഓക്കെ, അപ്പോൾ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു എക്സലൻറ്റ് ക്വസ്റ്റൻ എന്ന് പറയണം. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ് ക്വസ്റ്റൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. In addition, 60% of customers avail of 2% cash discount and the remaining customers take a 60 days on an average to pay after the date of sale. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ 60% കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ട് അവൈൽ ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് നടത്തണം? 10 ഡേയ്സിൽ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ 60% കസ്റ്റമേഴ്സ് 10 ഡേയ്സിൽ പേയ്മെൻറ്റ് തരുന്നുണ്ട്. ബാക്കി 40% കസ്റ്റമേഴ്സ് എത്ര ദിവസത്തിലാണ് പേ ചെയ്യുന്നത്? 60 ഡേയ്സിലാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. 60% കസ്റ്റമേഴ്സ് 10 ഡേയ്സിൽ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 ഡേയ്സിൽ പേ ചെയ്യുന്നത് 60% കസ്റ്റമേഴ്സാണ്. ബാക്കിയുള്ളവർ 60 ഡേയ്സിലാണ് പേ ചെയ്യുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 40% ആണ്. അപ്പോൾ 10ൻ്റെ 60%, 60യുടെ 40%. രണ്ടും കൂടെ നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. ഓക്കെ ആണോ? ഏതാണ്? എക്സിസ്റ്റിംഗ് സ്കീമിലെ കേസാണ് പറയുന്നത്. ഇനി ദ ബുക്ക് ഡെറ്റ്സ് ആർ ഫിനാൻസ്ഡ് ബൈ എ മിക്സ് ഓഫ് ബാങ്ക് ബോറോയിങ് ആൻഡ് ഓൺഡ് ഫണ്ട് ഇൻ ദ 1:1 റേഷ്യോ വിത്ത് ആനുവൽ കോസ്റ്റ് ഓഫ് 15% ആൻഡ് 14% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മുടെ ബുക്ക് ഡെറ്റ് ഫിനാൻസ് ചെയ്തേക്കുന്നത്, അതായത് നമ്മുടെ റിസീവബിൾസ് എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റലാണല്ലോ, ആ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്തേക്കുന്ന ബാങ്ക് ബോറോയിങ്ങും ഓൺ ഫണ്ടും കൂടെ കൊണ്ടുള്ള മിക്സാണ്. 50-50 റേഷ്യോ ആണ്. 15%, 14% ആണ് അതിൻ്റെ കോസ്റ്റ്. However, Somo Limited is also considering dynamic discounting for its cash customers, which might incentivize more customers to pay earlier by increasing the discounting rate. അപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരു ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നു, ഡൈനാമിക് ഡിസ്കൗണ്ടിങ് കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്യാഷ് ഡിസ്കൗണ്ട് കൂടുതൽ കൊടുക്കാൻ ഓഫർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? കുറേ കൂടെ കസ്റ്റമേഴ്സ് പെട്ടെന്ന് പേ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദിസ് കുഡ് ലീഡ് ടു എ പൊട്ടൻഷ്യൽ റിഡക്ഷൻ ഇൻ ബാഡ് ഡെറ്റ് ടു 0.8%. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 1% ആണ്. ദ കറണ്ട് ബാഡ് ഡെറ്റ് ആർ 1% ആൻഡ് കമ്പനി സ്പെൻഡ് 1,20,000 ഓൺ ക്രെഡിറ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1% ബാഡ് ഡെറ്റ് 0.8% ആയിട്ട് കുറയും. ബട്ട് മേ ഓൾസോ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓഫർ ടു 2.5%. പക്ഷേ ഡിസ്കൗണ്ട് റേറ്റ് എത്ര ആയിട്ട് കൂട്ടണം? 2.5% ആയിട്ട് കൂട്ടണം. ഇപ്പോൾ 2% ആണ് ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. അത് 2.5% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. A factoring firm has proposed a deal with the following terms. അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ഫാക്ടറിംഗ്. ഫാക്ടർ റിസർവ് 12% ആണ്. ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് 25 ഡേയ്സ് ആണ്. ഇൻട്രസ്റ്റ് ചാർജ് 15% ആണ്. കമ്മീഷൻ 4% ഓഫ് റിസീവബിൾസ് ആണ്. In addition, company also has an option to extend the credit period for its remaining customers who do not avail the discount to 75 days. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ക്രെഡിറ്റ് പീരീഡ് 30 ഡേയ്സ് ആണ് ഓഫർ ചെയ്തേക്കുന്നത്. അത് 75 ഡേയ്സിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എടുക്കാത്തവർക്ക്. which might increase sales by 10% but could result in an increase in bad debt 1.5%. അപ്പോൾ അതിൽ നമ്മുടെ സെയിൽസ് 10% കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? 10% എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ബാഡ് ഡെറ്റ് 1.5% ആയിട്ട് ഇൻക്രീസ് ആവും. ഇപ്പോൾ 1 ആണ്, അത് 1.5 ആവും. കോസ്റ്റ് ഓഫ് ഫണ്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ് ടു 16% നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തെ കോസ്റ്റ് ഓഫ് ഫണ്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 16% ആണ്. സോമോ ലിമിറ്റഡ് പ്ലാൻസ് ടു ഇൻട്രൊഡ്യൂസ് ദ ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റി for customers who take more than 60 days at 5% of the outstanding receivable after 60 days. അപ്പോൾ നമ്മൾ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്ര പെനാൽറ്റി? 5% ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഫ്റ്റർ 60 ഡേയ്സ്. 60 ഡേയ്സ് കഴിയുന്ന റിസീവബിൾസിന്. അപ്പോൾ ഇപ്പോൾ 75 ഡേയ്സ് ആയിട്ടൊക്കെ ക്രെഡിറ്റ് പീരീഡ് ഇൻക്രീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ 75 ഡേയ്സ് ആയിട്ട് ക്രെഡിറ്റ് പീരീഡ് ഇൻക്രീസ് ചെയ്താൽ പകരം നമ്മൾ പെനാൽറ്റി ചാർജ് ചെയ്യും. എത്ര? അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റിസീവബിൾസിൻ്റെ 5% ആണ് നമ്മൾ പെനാൽറ്റി ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം 1, ഷുഡ് സോമോ ലിമിറ്റഡ് ഓഫർ ഡൈനാമിക് ഡിസ്കൗണ്ടിങ് ഓർ ഫാക്ടറിംഗ് ഫേംസ് ഓഫർ? അപ്പോൾ ഡൈനാമിക് ഡിസ്കൗണ്ടിങ് ആണോ ഫാക്ടറിംഗ് ആണോ ബെറ്റർ എന്നാണ് ആദ്യത്തെ ചോദ്യം. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് പീരീഡ് ഓൺ കമ്പനീസ് ഫിനാൻസ്. അപ്പോൾ ഫിനാൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്താലുള്ള ഇമ്പാക്ട് എന്താണ്? കമ്പയർ ഓൾ ഓപ്ഷൻ ആൻഡ് റെക്കമെൻഡ് വെദർ ടു കണ്ടിന്യൂ വിത്ത് ഇൻഹൗസ് മാനേജ്മെന്റ്, ഡൈനാമിക് ഡിസ്കൗണ്ടിങ് ഓർ ആക്സെപ്റ്റ് ഫാക്ടറിംഗ് ഫേംസ് ഓഫർ. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്നാണ് ചോദ്യം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാനായിട്ടുണ്ട്. നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കെയർഫുൾ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കേസ് ഡൈനാമിക് ഡിസ്കൗണ്ടിങ് ഓഫർ ചെയ്യാണ്. ഡൈനാമിക് ഡിസ്കൗണ്ടിങ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ 2% കൊടുക്കുന്ന ഡിസ്കൗണ്ട് 2.5% ആയിട്ട് മാറും. ഓക്കെ ആണോ? എത്ര % കസ്റ്റമേഴ്സ് അവൈൽ ചെയ്യുന്നത്? 60% കസ്റ്റമേഴ്സാണ് അവൈൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് നോക്കാം. മൊത്തം സെയിൽസ് എത്ര?
നമ്മളുടെ മൊത്തം സെയിൽസ് എന്ന് പറയുന്നത് 120 lakh ആണ്. 75% ആണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 120 lakhൻ്റെ ടോട്ടൽ സെയിൽസ് 120 lakh, അതിൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? ക്രെഡിറ്റ് സെയിൽസ് അതിൻ്റെ 75% ആണ്. 120യുടെ 75% ആണ് ക്രെഡിറ്റ് സെയിൽസ്. ദാറ്റ് ഈസ് 90 lakh rupees ആണ് നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ്. ആ ക്രെഡിറ്റ് സെയിൽസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 2.5% ഡിസ്കൗണ്ട് അവൈൽ കൊടുക്കുന്നത്. എത്ര പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്നുണ്ട്? 60% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 90 lakhന് 60% കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും. എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട്? 2.5% ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം 90 lakhൻ്റെ 60% കസ്റ്റമേഴ്സ് 2.5% വെച്ച് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും? 1,35,000 rupees ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ കോസ്റ്റ്. ഇനി ബാഡ് ഡെറ്റ് 0.8% ആയിട്ട് കുറയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? 90 lakh ആണ്. അപ്പോൾ 90 lakhൻ്റെ 0.8% ആയിട്ട് ബാഡ് ഡെറ്റ് കുറയും. അപ്പോൾ 72,000 ആയിട്ട് ബാഡ് ഡെറ്റ് മാറും. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് മാറ്റമില്ല, 1,20,000 തന്നെ. ഇനി അവിടെ ഫിനാൻസിങ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കളക്ഷൻ പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ അത്രയും കളക്ഷൻ പീരീഡിലേക്ക് നമ്മുടെ റിസീവബിൾസ് അവിടെ ഡ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ആ റിസീവബിൾസിന് കോസ്റ്റ് ഉണ്ട്. എത്ര പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഓൺ ഫണ്ടും ബാങ്ക് ഫിനാൻസും ഉണ്ട്, അത് 50-50 റേഷ്യോയിലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എത്ര നോക്കുക? അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. ആവറേജ് കളക്ഷൻ പീരീഡ് 30 days ആണ്. അപ്പോൾ നമ്മുടെ റിസീവബിൾസ് 90 lakh rupees ആണ് നമ്മളുടെ റിസീവബിൾസ് എന്ന് പറയുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് 90 lakh rupees ആണ്. അപ്പോൾ ഈ 90 lakhന് 30 ദിവസത്തേക്കാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മുടെ 10%, 60% കസ്റ്റമേഴ്സ് 10 ദിവസത്തിനകത്തും 40% കസ്റ്റമേഴ്സ് 60 ദിവസത്തിലാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആവറേജ് നമ്മുടെ ഫണ്ട് 30 ദിവസം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം 90 lakhന് 30 daysലേക്ക് 30/360. ഇനി 30 daysലേക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കോസ്റ്റ്? അത് 1:1 50% 15%, ബാക്കി 50%ൻ്റെ കോസ്റ്റ് 14% ആണ്. അപ്പോൾ അതിൻ്റെ 50%ൻ്റെ 15%, 50%, പകുതി 1:1 ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ പകുതിയുടെ കോസ്റ്റ് 15% ആണ്. ബാക്കി പകുതിയുടെ കോസ്റ്റോ? ബാക്കി പകുതിയുടെ കോസ്റ്റ് 14% ആണ്. അപ്പം 90 lakhൻ്റെ 30/360, അതിന് 15%ഉം 14% വെച്ച് ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് 56,250, 52,500. ഇത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്താലും സ്റ്റിൽ 30 ദിവസത്തേക്ക് നമ്മുടെ ഫണ്ട് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ 30 ദിവസത്തേക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എത്ര വീതമാണ്? 2 റേറ്റ് ആണ്. പകുതിക്ക് 15%ഉം ബാക്കി പകുതിക്ക് 14%. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ഡൈനാമിക് ഡിസ്കൗണ്ടിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് 135, ബാഡ് ഡെറ്റ് 72, അഡ്മിനിസ്ട്രേഷൻ 120, പിന്നെ നമ്മുടെ കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 1,08,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4,35,000 rupees ആണ് ഡൈനാമിക് ഡിസ്കൗണ്ടിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത് രണ്ടാമത്തത് ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിങ്ങിൻ്റെ കേസിൽ അവർ പറഞ്ഞേക്കുന്നത് ഫാക്ടറിംഗ് കമ്മീഷൻ 4% ആണ്. റിസർവ് 12% റിസർവ് ആണ് വെച്ചേക്കുന്നത്. 12% റിസർവ് വെച്ച് കഴിഞ്ഞാൽ 25 daysനാണ് ഫണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് 25 days എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 25 daysന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 15% ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവബിൾസ് 90 lakh തന്നെയാണ്. ക്രെഡിറ്റ് സെയിൽസ് ആണല്ലോ ഫാക്ടറിങ്ങിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ 90 lakh നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. ആ 90 lakhന് 4% ആണ് കമ്മീഷൻ. അപ്പോൾ ഇതാണ് ഫാക്ടറിങ് കമ്മീഷൻ. 90 lakhൻ്റെ 4%, 3,60,000 rupee കമ്മീഷൻ. അടുത്ത റിസർവ് ഉണ്ട്. എത്ര റിസർവ്? 12% ആണ് റിസർവ്. അപ്പോൾ 12% റിസർവ് പോകണം. അപ്പോൾ 90 lakhിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ് 90 lakh. ഇനി ആ ക്രെഡിറ്റ് സെയിൽസിനകത്തുനിന്ന് നമ്മളുടെ കമ്മീഷൻ അയാൾ മൈനസ് ചെയ്യും. കമ്മീഷൻ ഒരു 3.6 lakh ഉണ്ട്. ആ കമ്മീഷൻ നമുക്ക് മൈനസ് ചെയ്യാം. പിന്നുള്ളത് റിസർവ് ആണ്. റിസർവ് 12% റിസർവ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. റിസർവ് 12% നമ്മൾ നോർമലി എടുക്കുന്നത് ആ എൻ്റയർ റിസീവബിൾസിൻ്റെ 12% ആണ്. 90 lakhൻ്റെ 12% ആണ് നമ്മൾ റിസർവായിട്ട് മാറ്റാറുള്ളത്. പക്ഷേ ഇവർ റിസർവായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് 90 lakhിൽ നിന്ന് 3,60,000 കമ്മീഷൻ കുറച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ 12% ആണ് അവർ റിസർവായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ 88% ആണ് അവർ റിസർവായിട്ട് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്.
നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല, ഞാൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതും അങ്ങനെയല്ല. 90 ലാക്കിൻ്റെ 12% ആണ് റിസർവ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവർ ചെയ്തേക്കുന്നത് 90യിൽ നിന്ന് 3.6 ലാക്ക് കമ്മീഷൻ പോയിട്ട് അതിൻ്റെ 12% ആണ് റിസർവ് ആയിട്ട് എടുത്തേക്കുന്നത്. 10.37 ആണ് റിസർവ് ആയിട്ട് എടുത്തേക്കുന്നത്. നെറ്റ് അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ 90യിൽ നിന്ന് 3.6ഉം 10.37 മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ്. പക്ഷേ ഇങ്ങനെ അല്ല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സജസ്റ്റഡ് ആൻസർ കാണിച്ചേക്കുന്ന റിസർവ് ആ നെറ്റ് സെയിൽസിൻ്റെ 12% അല്ല, സെയിലിൽ നിന്ന് കമ്മീഷൻ പോയിട്ട് ബാക്കിയുള്ളതിൻ്റെ 12% ആണ് അവർ റിസർവ് ആയിട്ട് പോയേക്കുന്നത്. ബാക്കി 76.03 ലാക്കാണ് അഡ്വാൻസ്. അതിന് 15 ദിവസത്തേക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. 15% ഇൻട്രസ്റ്റ് ആണ്. എത്ര ദിവസത്തേക്കാണ്? 25 ഡേയ്സിനാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് 15% 26 ഡേയ്സിലേക്ക്. അപ്പോൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരും? 79,200 റുപ്പീസ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം 90ന്ന് 3,60,000 കമ്മീഷനും അതിൻ്റെ 88% അഡ്വാൻസ് എമൗണ്ട്, അതിന് 15% ആണ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. 25 ഡേയ്സിലേക്കാണ് കോസ്റ്റ് വരുന്നത്. 26 ആണ് ഞാൻ എടുത്തത്, അബദ്ധത്തിൽ ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ്. 25 ഡേയ്സിലേക്കാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് വരുന്നത് 0.7920 എന്ന് വരും. അതായത് 79,200 റുപ്പീസാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഓക്കെ ആണോ? ഇനി ഓൺ ഫണ്ടിൻ്റെ കോസ്റ്റാണ്. എന്താ ഓൺ ഫണ്ട്? നമുക്ക് ഫാക്ടറിങ്ങിൽ കൂടെ കിട്ടാത്ത എമൗണ്ട് ആണ് ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറിങ്ങിൽ കൂടെ കിട്ടുന്നത് എത്രയേ ഉള്ളൂ? 76.03 ലാക്കാണ് ഫാക്ടറിങ്ങിൽ കൂടെ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 90 ലാക്കിനകത്ത് 76.03 ആണ് ഫാക്ടറിങ് ത്രൂ കിട്ടിയത്. അപ്പോൾ കിട്ടാത്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 13.97 ലാക്ക് നമുക്ക് കിട്ടാത്ത എമൗണ്ട് ആണ്. അതായത് 13,96,800 റുപ്പീ നമുക്ക് കിട്ടാത്ത എമൗണ്ട് ആണ്. ഈ കിട്ടാത്ത എമൗണ്ടിന് കോസ്റ്റ് ഉണ്ട്. എത്ര പെർസെൻറ്റേജാണ് കോസ്റ്റ്? ആ ഓൺ കോസ്റ്റ് എന്ന് പറയുന്ന 13,96,800 റുപ്പീസിന് നമ്മുടെ ഓൺ ഫണ്ടിൻ്റെ കോസ്റ്റ് ഉണ്ട്. ഒരു 14% ആണ് ഓൺ ഫണ്ടിൻ്റെ കോസ്റ്റ്. അത് 25 ദിവസത്തേക്ക് നമുക്ക് കോസ്റ്റ് ഉണ്ടാവും. കാരണം 25 ദിവസത്തേക്കാണ് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുക. അപ്പോൾ 13,96,800ന് 14% 25 ഡേയ്സിലേക്ക് 13,580 റുപ്പീ നമ്മുടെ ഓൺ ഫണ്ടിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ഫാക്ടറിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര? കമ്മീഷൻ 3,60,000, ഇൻട്രസ്റ്റ് 79,200, പിന്നെ അഡ്വാൻസ് കിട്ടാത്ത എമൗണ്ടിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. അത് ഓൺ ഫണ്ടാണ്. ആ ഓൺ ഫണ്ടിന് 14% കോസ്റ്റ് വരുമ്പോൾ ഒരു 13,580 റുപ്പീ ഓൺ ഫണ്ടിൻ്റെ കോസ്റ്റും കൂടെ ചേർത്ത് മൊത്തം 4,52,780 റുപ്പീസാണ് ഫാക്ടറിങ് നടത്തിയാലുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് എന്താണ്? നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുക. ക്രെഡിറ്റ് പീരീഡ് 75 ഡേയ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെയിൽസ് എത്ര കൂടും? 10% സെയിൽ ഇൻക്രീസ് ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊത്തം നമ്മുടെ സെയിൽ 1,20 ലാക്കാണ്. അങ്ങനെ ക്രെഡിറ്റ് പീരീഡ് 10% കൂട്ടി 75 ഡേയ്സ് ആയിട്ട് കൂട്ടി കഴിഞ്ഞാൽ അതിന് 10% ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ 1,20 ലാക്കിന് 10% 12 ലാക്ക് റുപ്പീയുടെ സെയിൽസ് ഇൻക്രീസ് ആവും. നമ്മുടെ പുതിയ ടേൺ ഓവർ 1,32 ലാക്ക് ആവും. അതിൻ്റെ 75% ആണ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ 99 ലാക്ക് ആയിരിക്കും പുതിയ ക്രെഡിറ്റ് സെയിൽ. ബാഡറ്റ് അതിന് 1.5% ആയിട്ട് ബാഡറ്റ് കൂടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 99 ലാക്കിൻ്റെ 1.5% 1,48,500 റുപ്പീ നമുക്ക് ബാഡറ്റ് കോസ്റ്റ് വരും. പക്ഷേ നമ്മൾ ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 60 ഡേയ്സ് കഴിയുന്ന കസ്റ്റമേഴ്സിന് 5% ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ എത്ര % ആൾക്കാരാണ് ഈ 60 ഡേയ്സ് കഴിയുന്നത്? 40% കസ്റ്റമേഴ്സാണ്. കാരണം 60% കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ 40% കസ്റ്റമേഴ്സിന് നമുക്ക് ആ 5% ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ മൊത്തം ക്രെഡിറ്റ് സെയിൽ 99 ലാക്ക്. അതിൽ 60% കസ്റ്റമേഴ്സും ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും. ബാക്കി 40% കസ്റ്റമേഴ്സാണ് ഡിസ്കൗണ്ട് എടുക്കാത്തത്. അവരാണ് 75 ദിവസത്തിൽ പേയ്മെൻറ്റ് തരുന്നത്. 60 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ 5% പെനാൽറ്റി ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് 5% പെനാൽറ്റി 1,98,000 റുപ്പീ പെനാൽറ്റി. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ബാഡറ്റ് 1,48,500 റുപ്പീ വരുമ്പോൾ 1,98,000 റുപ്പീ നമ്മൾ അവരുടെ ഇന്ന് പെനാൽറ്റി ആയിട്ട് റിക്കവർ ചെയ്യുകയാണ്. ഓക്കെ ആണോ? ഇനി ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ കേസ് എത്രയാണ്? 2% ആണ്. ഡൈനാമിക് ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ അല്ല. 2.5 ആയിട്ട് കൂട്ടുന്നില്ല. 2% ഡിസ്കൗണ്ടാണ് ആപ്ലിക്കബിൾ ആവുന്നത്. 60% കസ്റ്റമേഴ്സാണ് ഡിസ്കൗണ്ട് എടുക്കുന്നത്. അപ്പോൾ 99 ലാക്കിൻ്റെ 60% കസ്റ്റമേഴ്സും 2% ഡിസ്കൗണ്ട് കിട്ടും. 1,18,800 റുപ്പീ ഡിസ്കൗണ്ട്. ഇനി ബാഡറ്റ് 1.5% ആയിട്ട് കൂടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാഡറ്റ് നമ്മൾ നേരത്തെ എടുത്തു 1,48,500 റുപ്പീ. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് മാറ്റമില്ല, 1,20,000 തന്നെ. ഇനി റിസീവബിൾസിന് ഓൺ ഫണ്ടിന് കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ റിസീവബിൾസ് എത്രയാണോ ആ റിസീവബിൾസിന് നമുക്ക് അവിടെ കോസ്റ്റ് വരും. അപ്പോൾ റിസീവബിൾസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് കളക്ഷൻ പീരീഡ് കാണണം.
ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 60% കസ്റ്റമേഴ്സ് 75 ഡേയ്സിൽ പേയ്മെൻറ്റ് തരും. 60% കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യും. ബാക്കി 40% കസ്റ്റമേഴ്സ് 75 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എങ്ങനെ എടുക്കാം? ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ 10 ഡേയ്സിൽ പേയ്മെൻറ്റ് തരണം. 60% കസ്റ്റമേഴ്സും ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവരുടെ ക്രെഡിറ്റ് ഡേയ്സ് 75 ഡേയ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് 40% കസ്റ്റമേഴ്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ 10 ഡേയ്സിൻ്റെ 60%, 75 ഡേയ്സിൻ്റെ 40% കസ്റ്റമേഴ്സ് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 36 ദിവസമാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ 36 ദിവസമാണ് നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുക. ഈ 36 ദിവസത്തിന് നമുക്ക് എന്തുണ്ട്? റിസീവബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവറേജ് റിസീവബിൾസ് എന്ന് പറയുന്നത് എത്ര? 99 lakh ആണ് പുതിയ ക്രെഡിറ്റ് സെയിൽ. 99 lakhന് 36 ഡേയ്സിലേക്ക് 9,90,000 റുപ്പീസാണ് ആവറേജ് റിസീവബിൾ. അതിൻ്റെ എഗെയിൻ 50% വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 50%-ന് 15% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ബാക്കി 50%-ന് 14% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഓൺ ഫണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കിട്ടും. അത് 1,43,550 റുപ്പീസാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ മൊത്തം റിസീവബിൾ 99 lakh. ആ 99 lakhന് എത്ര ദിവസത്തേക്കാണ് ആവറേജ് കളക്ഷൻ പീരീഡ്? 36 ഡേയ്സ് ആണ് ആവറേജ് കളക്ഷൻ പീരീഡ്. അപ്പോൾ 99 lakhന് 36 ഡേയ്സിലേക്ക്, അപ്പോൾ ഇൻറ്റു 36/360 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരികയല്ലേ? എത്ര പെർസെൻറ്റേജ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? 15% ആണ്. അത് 50% കസ്റ്റമേഴ്സിനാണ്. കാരണം 1:1 നമ്മുടെ ഫണ്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫണ്ടിൻ്റെ 50% ഓൺ ഫണ്ടും ബാക്കി 50% ബാങ്ക് ഫിനാൻസും ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 50%-ന് 15% ഇൻട്രസ്റ്റ് റേറ്റും ബാക്കി 15%-ന് 50%-ന് 14% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,43,550 റുപ്പീസ് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട് ഒരു 1,18,000 റുപ്പി. ഇനി ബാഡറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ്. ബാഡറ്റ് മൈനസ് ആവാൻ കാരണം 1,48,000 റുപ്പി 500 റുപ്പി ബാഡറ്റ് വരുമ്പോൾ നമ്മൾ അവരുടെ ഇന്ന് പെനാൽറ്റി ആയിട്ട് 1,98,000 റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാഭം 49,500 റുപ്പീസാണ്. അപ്പോൾ 1,48,500 റുപ്പി ബാഡറ്റ് ഉണ്ട്, പക്ഷേ പെനാൽറ്റി ആയിട്ട് 1,98,000 കിട്ടുന്നുണ്ട്. നെറ്റ് -49,500 റുപ്പിയാണ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് മാറ്റമില്ല, 1,20,000 തന്നെ. ഓൺ ഫണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട് ഒരു 1,43,550 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. പകുതിക്ക് 15% കോസ്റ്റും ബാക്കി പകുതിക്ക് 14% കോസ്റ്റും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,32,850 റുപ്പീസാണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്താലുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അവിടെ കോസ്റ്റ് 3,32,850 റുപ്പീസ് മാത്രമേ അവിടെ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിലുള്ള കോസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിലെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. നല്ല എക്സലൻറ്റ് ക്വസ്റ്റൻ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളത് ആ ഫാക്ടറിങ്ങിൻ്റെ റിസർവ് കാൽക്കുലേറ്റ് ചെയ്ത പാർട്ടിൽ മാത്രമാണ് ഒരു ചെറിയ ക്ലാരിറ്റി കുറവുള്ളത്. അത് അങ്ങനെ തന്നെയാണോ എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് സോൾവ് ചെയ്ത ഇലസ്ട്രേഷനകത്തൊന്നും അങ്ങനെ അല്ല എടുത്തിട്ടുള്ളത്. ടോട്ടൽ റിസീവബിൾസിൻ്റെ 12% ആണ് റിസർവ് എടുത്തിട്ടുള്ളത്. MDPയുടെ സജസ്റ്റഡ് ആൻസറിൽ മാത്രമാണ് അങ്ങനെ ഒരു അപ്രോച്ച് അവർ എടുത്തിട്ടുള്ളത്. പിന്നുള്ളത് തിയറി ക്വസ്റ്റൻ ആണ് 4 മാർക്കിൻ്റെ. കമ്പനീസ് വാല്യുവേറ്റിംഗ് 2 ഓപ്ഷൻ ഫോർ ഫിനാൻസിങ് ഇറ്റ്സ് കറണ്ട് അസറ്റ് യൂസിങ് ഷോർട്ട് ടേം ലോൺ, ലോങ് ടേം ലോൺ. അപ്പോൾ അത് എങ്ങനെയാണ് റിസ്ക് റിവാർഡ് ബാലൻസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ തിയറി ക്വസ്റ്റ്യൻ അഗെയിൻ, യു ആർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ഫോർ എ കമ്പനി ദറ്റ് ഹാസ് വെരി ഹൈ ക്യാപിറ്റൽ അസറ്റ് ബേസ് ബട്ട് ലോ EPS. എക്സ്പ്ലെയിൻ ഓവർ ക്യാപിറ്റലൈസേഷൻ, കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, MIRRൻ്റെ കോൺസെപ്റ്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3-4 തിയറി ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പോൾ ഇൻ ജനറൽ ഒരു മിക്സ് ഓഫ് ഒപ്പീനിയൻ ആണ് എനിക്ക് പറയാനുള്ള ക്വസ്റ്റിനെ പറ്റി. ചില ക്വസ്റ്റ്യൻസ് വളരെ എക്സ്ട്രീംലി സിമ്പിൾ ആയിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് MCQവും അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. പക്ഷേ വാല്യുവേഷൻ്റെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടതാണ്. റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഒരു എക്സലൻറ്റ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. സോ ഒട്ടും ഭയങ്കര ഈസി ആണെന്നും പറയുന്നില്ല, ഭയങ്കര ടഫാണെന്നും പറയുന്നില്ല. ഒരു മോഡറേറ്റ് എക്സാം എന്നാണ് നമുക്ക് MDPയെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.